സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നടി മീര ജാസ്മിൻ. ഏറെക്കുറെ ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്ന മീര ദുബായിൽ സ്വകാര്യ ജീവിതം നയിക്കുകയായിരുന്നു. പഴയതുപോലെ തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യാനൊന്നും മീര തയ്യാറല്ല. 2000-ൻ്റെ തുടക്കത്തിൽ തെന്നിന്ത്യൻ താരറാണിയായിരുന്നു മീര. അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ കഥാപാത്രങ്ങൾ മീരയ്ക്ക് ലഭിച്ചു. അച്ചുവിൻ്റെ അമ്മ, രസതന്ത്രം, ഒരേ കടൽ, കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിൽ മീരയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി. സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടരെ ഹിറ്റുകളുമായി മുന്നേറിയ മീര ഒരു ഘട്ടത്തിൽ കരയിൽ നിന്നും പിന്മാറുകയുണ്ട്. പിന്നീട് ഏറെക്കാലം മീരയെ ലൈംലൈറ്റിൽ കണ്ടില്ല. നടി വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ. പാലും പഴവുമാണ് മീരയുടെ പുതിയ സിനിമ. VKP സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അശ്വിൻ ജോസാണ് നായകൻ. ഇപ്പോഴത്തെ കരിയറിനെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് മീര ജാസ്മിൻ. വാക്ചാരിതയൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് ഞാനത്ര ആർക്കുലേറ്റ് അല്ല. എപ്പോഴും ഞാനത് പറയാറുണ്ട്. ഒരു ഭാഷയിലും ഞാൻ ആർക്കുലേറ്റർ അല്ല. പക്ഷേ എൻ്റെ ഫീലിങ്സ്, ഇമോഷൻ വളരെ ശക്തമാണ്. ഒരു കഥാപാത്രത്തെപ്പറ്റി വിശദീകരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പറ്റില്ല. പക്ഷേ ഇമോഷണലി ഉള്ളതാണെങ്കിൽ മീര വ്യക്തമാക്കി. എനിക്ക് ആദ്യ പ്രണയലേഖനം കിട്ടിയത് എൻ്റെ 5ാം ക്ലാസ്സിൽ വെച്ചാണ്. ഇന്നും ആ ദിവസം ഓർമ്മയുണ്ട്. എന്നേക്കാളും 2 വർഷം സീനിയറാണ്. നമ്മളെ ഒരാളെ പ്രണയിക്കുന്നു എന്ന് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ടെല്ലാം വിളിച്ച് ഇൻ്റർവെല്ലിന് ഇരുന്ന് വായനയോട് ഇത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ ആളെ കാണുമ്പോൾ ഭയങ്കര നാണമായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റ ഓട്ടമായിരുന്നു മീര ജാസ്മിൻ പറയുന്നു. തനിക്ക് പക്വത വന്നു എന്ന അഭിപ്രായത്തെക്കുറിച്ച് മീര ജാസ്മിൻ സംസാരിക്കുന്നു. ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ പ്രായമാകുമ്പോഴും നമ്മൾ ഇൻവോൾവ് ആകുമെന്ന് മീര വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ നല്ല കമൻറ്റുകൾ വരാറുണ്ട്. എനിക്ക് അതൊക്കെ നോക്കാനാണ് ഇഷ്ടം. കമൻറ്റുകൾ മുഴുകാറില്ലെന്ന് മീര ജാസ്മിൻ വ്യക്തമാക്കി.